നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നോക്കാൻ പോകുന്നത് ആരെങ്കിലും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ്. കാരണം കുറെ പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നതെന്ന് നിങ്ങൾക്ക് ഒരു പിടുത്തവുമില്ല. മനസ്സിലായി? അപ്പൊ ആരെങ്കിലും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ? അത് ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ആളുകളായിരിക്കാം. ചിലപ്പോൾ നമുക്ക് നല്ലത് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളുടെ ചുറ്റും ഉണ്ടാകുമല്ലോ. ബന്ധുക്കളായിരിക്കാം. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു റീഡിംഗ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവരെന്ത് തരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും കൂടെ നമ്മൾ നോക്കും കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് വെച്ച് തുടങ്ങാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഓ ഇതെങ്ങനെ വരണം? കാർഡ് എടുത്തപ്പോൾ തന്നെ കുറെ കാർഡുകളങ്ങ് വീഴുകയാണ്. ഭഗവാനെ ഓം നമ ശിവായ. ഇനി വല്ല കാർഡുകളും ഉണ്ടോന്ന് നമുക്ക് നോക്കാം. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഈ കാർഡുകൾ മാത്രമേ ഇട്ടു. മാറ്റുള്ളൂ. 1, 2, 3 കാർഡുകളാണ് ഉള്ളത്. ഒന്ന് തേർഡ് ഐ ചക്ര. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇൻറ്റ്യൂഷൻ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. കാരണം നിങ്ങൾക്കൊരു കാര്യം നടത്തണമെന്നുണ്ട്. അപ്പൊ അതിന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണ്ടാന്ന് വെക്കേണ്ടി വരും എന്ന ഒരു ചിന്തയിൽ നിങ്ങൾ ഇൻറ്റ്യൂഷൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങളോട് ഇൻറ്റ്യൂഷൻ നിങ്ങൾ തോന്നിപ്പിച്ചാലും നിങ്ങൾ അത് അവഗണിക്കുകയാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ചക്രാസ് 7 ചക്രാസ് ഉണ്ടെന്നാണ് നമ്മളുടെ ബോഡിയിൽ. അപ്പൊ അത് ബ്ലോക്ക്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അതിനെ ഹാർമണൈസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കൂടെയുള്ള ആള്, നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടമല്ല. നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയെ, നിങ്ങൾ വിവാഹിതയായിരിക്കാം, വിവാഹിതനായിരിക്കാം, പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി നിങ്ങൾക്ക് ചേർന്ന ഒരാളല്ല എന്നൊരു ചിന്ത കൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുന്നു, അവഗണിക്കുന്നു, വിലയില്ലാത്ത മട്ടിൽ കാണിക്കുന്നു. അത് പാടില്ല എന്ന് പറയുന്നുണ്ട്. ആ വ്യക്തി